എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ ഇതാ നമ്മൾ മുയൽക്കാഷ്ടം ചാക്കിന് 200 രൂപ വെച്ചിട്ട് ഇതാ കൊണ്ടുപോവാണ്. ഇതണ്ടില്ല, ഇതിപ്പോൾ തെങ്ങിനാണ് കൊണ്ടുപോകുന്നത്. 10-80 ചാക്കോളുണ്ട്. ഇതാ കൊണ്ടുപോകുന്നത്. ഇത് നല്ലതാണ്, നല്ല വളമാണ്. തെങ്ങിന് നല്ല ഫല കുഴിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ഇതുപോലെ മുയലിനെ വളർത്തുന്നവർക്ക് ഇത് ഒരു അഡീഷണൽ വരുമാനമാണ്. കാഷ്ടം മുയലിനെ വളർത്തിയാൽ തീറ്റ കൊടുത്താൽ നമുക്ക് അതിൻ്റെ കാഷ്ടം കിട്ടുമ്പോൾ അതൊരു ഉപകാരമാണ്. പച്ചക്കറി നട ഇവിടെ ആഷിയാനയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇത് മുയൽക്കാഷ്ടമാണത്. ഇത് നല്ല വളമാണ്, ജൈവവളമാണ്. ഈ പൈനാപ്പിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കാണുന്ന പൈനാപ്പിളിന് അത്ര വലുപ്പമുണ്ടാവില്ല. പക്ഷേ ഇതൊരു തവണ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വീണ്ടും നമുക്ക് ഇത് തന്നെ മതിയെന്ന് പറയും. അത്രയും ടേസ്റ്റാണ് സാധനം. എനിക്കറിയാം അതിനെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാനുള്ള വേസ്റ്റ് അല്ല, ഇത് നല്ലൊരു ജൈവവളമാണ്. ഇത് ഉപയോഗിച്ച് നമുക്കൊരു ബയോ ഗ്യാസ് പ്ലാന്റ് ഉണ്ട്, നമുക്ക് ഇവിടെയുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യമുള്ളത്, ഇത് നല്ല ജൈവവളം എന്ന് പറഞ്ഞു. ഒരു ചാക്കിന് 200 രൂപ വെച്ചിട്ട് നമുക്കിത് മാർക്കറ്റിൽ വിൽക്കാം. ഒരു ചാക്കിന് 200 രൂപയാണ്. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണത്. നമുക്കിവിടെ കാണാം ആഷിയാനയിൽ. ഇത് മുയൽക്കാഷ്ടമാണത്. ഇത് വളമാണ്, നല്ല ജൈവവളമാണ്. പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും എല്ലാം വളരെ നന്നായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, വീട്ടമ്മമാർക്ക് ബാഗിലാണ് അദ്ദേഹം കമ്പോസ്റ്റ് ചെയ്യുന്നത്. അത് തിരുത്ത് നമുക്ക് വിവരിച്ചു തരും എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. ഇത് ആദ്യം നമ്മൾ തൊണ്ട് ഒരു 3 ദിവസം കുതിർത്തിട്ട് തൊണ്ട് നമ്മൾ അതിന്റെ അടിയിൽ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് ഫീക്കൽ ബെഡിൽ നിന്ന് എടുത്ത് വേസ്റ്റ് ഇടുന്നു. അതിനകത്ത് വരെ ഇറക്കി വിടുന്നു. പിന്നെ പച്ച ഇല, പച്ച ഇല, ഇതാണ് തൊണ്ട് നമ്മൾ ഇട്ട് തൊണ്ട് കുതിർത്തിട്ട് അതിന്റെ അടിയിൽ ഇട്ടേക്കുന്നത്. ചകിരി എന്ന് പറയുന്ന സംഭവം. അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് പച്ച ഇല വേസ്റ്റ് വരുന്നത്, പച്ച ഇലകൾ ഇടും. അതിന്റെ മണ്ടയ്ക്ക് പിന്നെ ഫീക്കൽ മാറ്റർ ഇട്ടിട്ടാണ് നമ്മളിത് നനച്ചു കൊടുക്കും. തുടക്കത്തിൽ ഒരു 60 ദിവസത്തോളം നമ്മൾ വെള്ളം തളിച്ച് നനച്ചു കൊടുക്കും. ഇതിപ്പം ഈ സൈഡ് ഓൾറെഡി ആയതാണ്. ഇത് നമ്മളിപ്പം ഇതിനു വേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിപ്പം നമുക്ക് റെഡി ആയിട്ടുള്ള മണ്ണര കമ്പോസ്റ്റ് ആണിത്. അപ്പൊ ഈ മണ്ണര കമ്പോസ്റ്റ് ഇപ്പൊ ഇത്ര ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഫിലിപ്പ് കാണിച്ചു തന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്. നമ്മൾ ചകിരി ആദ്യം ഒന്ന് കുതിർത്തിയിട്ട് 3 ദിവസം കുതിർത്തിയതിനു ശേഷം നമ്മളിതിന്റെ അടിയിൽ നിരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് പച്ചില വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേസ്റ്റ് കുറച്ച് ഫീക്കൽ മാറ്റർ നമ്മൾ ഇതിന്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളം തെളിച്ചിട്ടിട്ട് അതെ നമ്മള് മണ്ണര അതിലേക്ക് നമ്മൾ ഇടുക. അതിനുശേഷം വെള്ളം തെളിച്ചു കൊടുത്താൽ അത് അവര് അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. പിന്നെ നമ്മൾ ഇതെടുക്കുന്നതിന് മുകളിൽ ഇട്ടു കൊടുക്കും. ഇത് താഴ്ന്നു പോകും. അതായത് കമ്പോസ്റ്റോട് കൂടി ഇതുപോലെ പൊടിഞ്ഞ് വരും. അപ്പൊ നിങ്ങൾ താഴ്ന്നു പോകുമ്പോൾ പരിവായി കഴിഞ്ഞാൽ പിന്നെ താഴത്തില്ല. ഇതിപ്പം നിറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പം നമ്മൾ കുറെ നാളത്തെ ആയിട്ടിട്ടാണ്, ഒരു 60 ദിവസത്തോളം നമ്മൾ ഈ പ്രോസസ്സാണ്. ഇത് പുതിയതാണ്, ഇത് അഴിഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ വരാറ്. ഇതിപ്പം ആ സൈഡ് നമ്മൾ തുടക്കത്തിൽ ഇട്ടു. അപ്പം ഒരു സൈഡിലേക്ക് വരും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ച് ഉണങ്ങാനിട്ട് കഴിയുമ്പോഴത്തേന് അതിനകത്ത് ചാവാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് ഒരു സൈഡ് പച്ചയായിട്ടിടും. ഇത് നനച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇതാണ് അഴുകുന്നത്. ഇത് അഴുകിയിട്ട് ഈ പരുവത്തിലേക്ക് ഇതാണ് നമ്മൾക്ക് ഗ്രോ ബാഗിനകത്ത് മണ്ണര കമ്പോസ്റ്റ്. ഇത് ഗ്രോ ബാഗിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഒരു നല്ല വളമായിട്ട് മാറും. അപ്പോ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ട് സിസ്റ്റത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിനകത്ത് തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ വലിയൊരു തൊട്ടിയൊക്കെ സിമെന്റൊക്കെ കെട്ടി അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കാൻ കാരണം നമ്മൾ ഈ വേസ്റ്റ് എവിടെ കൊണ്ടിടും എന്നുള്ളൊരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്